ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് വ്ലോഗ്. ഗവിയിലേക്ക് ഒരു ആനവണ്ടി യാത്ര. KSRTC ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നടത്തുന്ന യാത്രകളാണ് ഉല്ലാസയാത്ര. എല്ലാ KSRTC ഡിപ്പോയിൽ നിന്നും ഒരു ഡേറ്റ് ചൂസ് ചെയ്ത് 2 ആഴ്ച മുൻപേ അവർ പബ്ലിഷ് ചെയ്യുകയും അവർ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏതാണെന്നും ട്രിപ്പിനായി ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയെന്നും പോകുന്ന സമയവും തിരിച്ചു വരുന്ന സമയവും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും. അങ്ങനെ ശ്രീകാന്ത് ചേട്ടൻ ഗ്രൂപ്പിലിട്ട ഒരു അഡ്വർടൈസ്മെന്റിൽ നിന്നാണ് ഞാനും ഈ ഗവി ട്രിപ്പിന് ജോയിൻ ചെയ്തത്. ഏർലി മോർണിംഗ് 4:45 KSRTC ഡിപ്പോ പാലായിലെത്തി. ഡിപ്പോയുടെ സമീപത്ത് തന്നെയുള്ള പേ ആൻഡ് പാർക്കിൽ കാർ പാർക്ക് ചെയ്ത് KSRTC ബസ്സിൽ വന്ന് കയറിയിരുന്നു. ആളുകൾ എത്തിത്തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഏറെ കാലത്തിന് ശേഷമാണ് KSRTC ബസ്സിൽ ഒരു യാത്ര. അതുകൊണ്ട് തന്നെ ഞാൻ അതിഭയങ്കരമായി എക്സൈറ്റഡ് ആയിരുന്നു. ഒരു ബസ്സിൽ 33 പേർക്കുള്ള സീറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 5 മണിക്ക് മുൻപ് തന്നെ പാലാ ഡിപ്പോയിൽ നിന്ന് യാത്ര ആരംഭിച്ചു. പൊൻകുന്നം വഴി പത്തനംതിട്ട ഡിപ്പോയിലേക്കാണ് നമ്മളിപ്പോൾ യാത്ര പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന ഈ ബസ് മാറ്റി വേറൊരു ബസ്സിലാണ് നമ്മളെ ഗവിക്ക് വിടുക. ഡിപ്പോയിൽ തന്നെ വന്ന് ബസ് കയറണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് പലയിടങ്ങളിൽ നിന്നും നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ളവർ ഏത് സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ ബസ് നിർത്തി ആളെ കയറ്റിക്കൊണ്ട് പോകത്തുള്ളൂ. അതിരാവിലെ ഉണർന്ന് പോകുന്നതിനാൽ ആയിരിക്കണം മിക്കവരും ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഉറക്കപ്പിച്ചായിരുന്നു. പാലായിൽ നിന്ന് പത്തനംതിട്ട ഡിപ്പോയിലേക്ക് 1.25 മണിക്കൂർ 65 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ്. ഏറ്റുമാനൂർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് 2019 തോന്നുന്നു ഞാൻ അവസാനമായിട്ട് KSRTC ഫാസ്റ്റിൽ യാത്ര ചെയ്തത്. നമ്മൾ എത്ര താമസിച്ചു എന്ന് പറഞ്ഞാലും KSRTC ഫാസ്റ്റ് അവരുടെ മുൻപിൽ വഴി നിറയെ തിങ്ങി നിറഞ്ഞ് വണ്ടികൾ കിടക്കുവാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്കൂടെ നുഴഞ്ഞേറി പോകുന്ന ഒരു പോക്കുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. കാര്യം പറഞ്ഞാൽ നമ്മൾ കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പരിപാടി അത്രയ്ക്കങ്ങ് സൂഹിക്കില്ല. എന്നിരുന്നാലും അവർ കൃത്യസമയത്ത് നമ്മളെ എത്തിക്കേണ്ടതിന് വേണ്ടി തന്നെ അത്രയേറെ റിസ്ക് എടുത്ത് ആ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മൾ KSRTC ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ തരും. അന്ന് മുതലേ KSRTC ഒരു വികാരമാണെന്ന് പറയാം. പക്ഷേ KSRTCയുടെ എക്സൈറ്റ്മെൻറ്റ് അറിയുന്ന സമയം ഇതൊന്നുമല്ല. മറ്റ് 2 മുഹൂർത്തങ്ങൾ കൂടി ഞാൻ പറയാം. ഒന്ന്, നമ്മൾ അന്യനാട്ടിലേക്ക് ട്രിപ്പ് പോകുമ്പോൾ, പ്രത്യേകിച്ച് തമിഴ്നാട് കർണാടക സ്റ്റേറ്റിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ എവിടെയെങ്കിലും വെച്ച് നമ്മുടെ KSRTC ഒന്ന് കാണണം. ആഹാ, അടിപൊളി ഫീലാണ്. ആ സാധനം വേറൊരു സമയത്ത് നമുക്ക് കിട്ടില്ല. കയ്യിലൊക്കെ ഇങ്ങനെ കുളിരിക്കും. നമ്മുടെ സ്വന്തം വീട്ടുമുറ്റത്ത് കിടന്ന വണ്ടി പോകുന്നത് കാണുന്ന എക്സൈറ്റ്മെൻറ്റാണ് മറ്റൊരു സംസ്ഥാനത്ത് വെച്ച് KSRTC കാണുമ്പോൾ നമുക്കുണ്ടാവുക. പിന്നെ മറ്റൊരു സന്ദർഭം ഞാൻ പറയാം. രാത്രികാലങ്ങളിൽ കാടിനുള്ളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ KSRTC നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അതൊരു അഡാറ് ഫീലാണ്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ മുന്നിൽ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നൊരു ഫീലുണ്ടല്ലോ, അതാണ്. ഇവിടെ ശ്രീകാന്ത് ചേട്ടൻ യാത്രയെക്കുറിച്ചുള്ള ഷോർട്ട് എക്സ്പ്ലനേഷൻ തുടങ്ങിയിരിക്കുന്നു. എല്ലാവരോടും സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാവരും സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ് പരസ്പരം പരിചയപ്പെട്ടു വന്നപ്പോഴേക്കും നമ്മൾ പത്തനംതിട്ട ഡിപ്പോയിലെത്തി. ഇവിടെ വാഷ്റൂം ഫെസിലിറ്റി അവൈലബിൾ ആണ്, പെയ്ഡാണ്, എങ്കിലും നല്ല വൃത്തിയുണ്ട്. സോ ഫ്രഷ് ആവേണ്ടവർക്ക് ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ബസ്സിലേക്ക് ഇനി മാറി കയറാൻ പോവുകയാണ്. നമ്മൾ പറയാറില്ലേ വേണാട് ബസ് എന്ന്, വൈറ്റ് ആൻഡ് ബ്ലൂ കളറിലുള്ള കുട്ടി ബസ്, അതിലാണ് തുടർന്നുള്ള നമ്മുടെ യാത്ര. ഇനി നമ്മുടെ ഈ സമയത്തിന് തന്നെ പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് വേറെ വേണാട് ബസ്സും ഗവിക്കായിട്ട് യാത്ര പുറപ്പെടുന്നുണ്ട്. ഈ സമയം കൊണ്ട് ഞാൻ അവിടെ നിന്ന് 2 കൂട്ടുകാരെ ഒക്കെ ഒപ്പിച്ചു. ഒറ്റയ്ക്കാണ് യാത്ര പുറപ്പെട്ടതെന്നുള്ള യാതൊരു ചിന്തയും വേണ്ട കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര കൂട്ടാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത് ആടവിയിലേക്കാണ്. ആടവിയിൽ ചെന്ന് കുട്ടവഞ്ചി സവാരി അതിരാവിലെ നടത്തിയിട്ട് ശേഷം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഗവിയിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യും. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട യാത്രയിൽ ആടവിയിലേക്കുള്ള വഴിയിൽ മിക്കയിടത്തും മിസ്റ്റ് കണ്ടു. മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷൻ, നോർത്ത് കുമാരംപേരി. ഒരു ജീപ്പൊക്കെ കിടക്കുന്നുണ്ടല്ലോ, പക്ഷെ ഒരു മനുഷ്യനെ പോലും ആ പരിസരത്ത് കാണാനില്ല. തുടർന്ന് അങ്ങോട്ടുള്ള വഴിക്കിരുവശവും തേക്കിൻ കാടുകളാണ്. സമ്മർ സീസൺ ആയതിനാലാവണം ഗ്രീനറി കുറവാണ്. ഉൾവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു കളർ കറക്ഷൻ ഉണ്ടാവും. ബിയോണ്ട് എവരിത്തിങ് സൺറൈസ് കാണാൻ സാധിച്ചു. എനിക്ക് കുറേ കാലമായിട്ട് ഭയങ്കര വീക്ക്നെസ് ആണ് സൺറൈസ് സൺസെറ്റ്, ഈ 2 ടൈം ഗോൾഡൻ അവേഴ്സ്. അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് തന്നെ. ഈ 2 സമയങ്ങളാണ് ഫോട്ടോഗ്രാഫേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള സമയം. ആ ടൈമിൽ നമുക്ക് വരുന്ന ആ ലൈറ്റിങ് വേറെ ഒരു ടൈമിലും നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. എങ്കിൽ അതേ സമയം അതിഭയങ്കരമായിട്ടുള്ള ഒരു ചൂടോ വെയിലോ അങ്ങനെയൊന്നും ഇല്ലാതെയാണ് നമുക്ക് ആ ഗോൾഡൻ അവേഴ്സ് കിട്ടും. പിന്നീട് വഴിയുടെ വശങ്ങളിൽ മുളങ്കാടുകൾ കാണാൻ തുടങ്ങി. പറഞ്ഞു തീരും മുമ്പ് നമ്മൾ അടവി എത്തിയല്ലോ. നല്ലൊരു വളവ് തിരിഞ്ഞ് ഗാർഡൻ്റെ സൈഡ് കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് പ്ലേസ് കത്തി. ഞാനിവിടെ മുൻപ് 3 തവണ തനിച്ചു വന്നിട്ടുണ്ട്. അതിനു മുൻപ് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെയും വന്നിട്ടുണ്ട്.
ഇതെനിക്ക് തോന്നുന്നു 5ാമത്തെ തവണയാണ് ഞാനിവിടെ വരുന്നതെന്ന്. എത്ര വന്നു കഴിഞ്ഞാലും നമുക്ക് മടുപ്പ് തോന്നില്ലാത്തൊരു സ്ഥലം. പക്ഷേ ഇത്രയേറെ രാവിലെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ഞങ്ങൾ ആടവിയിൽ ഒരു 7:15 ഒക്കെ ആയപ്പോൾ എത്തി. അവിടെ ജീവനക്കാർ വരെ വന്നു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ബസ് പാർക്ക് ചെയ്ത് എല്ലാവരോടും അകത്തോട്ട് പോയിക്കൊള്ളാൻ ശ്രീകാന്തിയേട്ടൻ പറഞ്ഞു. ടിക്കറ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവരവിടെ വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ വീഡിയോയിൽ ഇവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ. അവരാണെങ്കിൽ രാവിലെ തന്നെ കാര്യമായിട്ട് എന്തോ ഒരു ചർച്ചയിലാണ്. ഈ ചേട്ടനാണ് നമ്മുടെ ട്രിപ്പ് കണ്ടക്ട് ചെയ്തത്. ചേട്ടൻ്റെ പേര് ജി ശ്രീകാന്ത്. ചേട്ടൻ പാലായിന്നാണ് ചേട്ടൻ ഞാൻ പരിചയപ്പെട്ടത്, നമ്മുടെ KSRTCയുടെ ഗ്രൂപ്പിൽ നിന്ന്. ഈ ചേട്ടൻ നമുക്ക് പത്തനംതിട്ടയിൽ നിന്ന് കിട്ടിയതാണ്. ചേട്ടൻ്റെ പേര് രാജേഷ്. ആ ചേട്ടനാണ് നമ്മളെ ബസ്സിൽ കൊണ്ടുവന്നത് കേട്ടോ. ഈ ചേട്ടനാണ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്നത്. ഈ ചേട്ടനാണ് ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്തത്. ക്യാമറയിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് തന്നെ ഒരു സങ്കടം. എൻ്റെ മുഖമെല്ലാം അപ്പിടി വീങ്ങിയായിരിക്കുന്നത്. അത് രാവിലെ എണീറ്റ് പോകുന്നത് കൊണ്ട് മേക്കപ്പ് ഒന്നും ഇടാൻ പറ്റിയില്ല. ഒരു ലിപ്സ്റ്റിക്കിൽ അങ്ങ് ഒതുക്കി ഇന്നത്തെ മേക്കപ്പ്. ഇപ്പോൾ കണ്ട ഭാഗമാണ് ആടവി എക്കോ ടൂറിസത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. അവിടെ റേറ്റ് വിവരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കൊട്ടവഞ്ചി സവാരിക്ക് 600 രൂപയാണ്. തുടർന്ന് അകത്തോട്ടുള്ള എൻട്രൻസും ലെഫ്റ്റ് സൈഡിൽ ഒരു ഗാർഡനും ഉണ്ട്. 600 രൂപയാണ് ഒരാൾക്ക്. നമ്മൾ മുൻപ് ആടവി വന്നിട്ടുണ്ട് കുറച്ച് കാലം മുൻപേ. പക്ഷെ അന്ന് ഞാൻ ചെയ്ത വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിട്ട് ഞാൻ തനിയായിരുന്നു തിരിച്ചു പോവേണ്ടി വന്നു. ഇറങ്ങി വരുന്ന ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് കയറാൻ സാധിക്കും. പക്ഷെ നമ്മളിപ്പം കൊട്ടവഞ്ചി സവാരിക്ക് പോയതിന് ശേഷം തിരികെ വരുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് കയറുക. ഓക്കെ, ഇതാണ് അകത്തോട്ട് കയറാനുള്ള വേ. കൊട്ടവഞ്ചി നടത്തുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ രണ്ട് സൈഡിൽ ഇരിക്കുന്നതൊക്കെ കൊട്ടവഞ്ചികളാണ് കേട്ടോ. ഐ ലവ് ആടവി എക്കോ ടൂറിസം. ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുള്ള വിസിറ്റേഴ്സിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ ചോട്ടിൽ തന്നെ നോക്കൂ, ഒരു ഊഞ്ഞാല് ആടാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ചെയ്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റുള്ള ആളുകൾക്കും കയറിയിരുന്ന് ആടാം എന്നുള്ള രീതിയിൽ ഊഞ്ഞാല് നല്ല ബലമുള്ള കയറ് വെച്ചിട്ടാണ് കെട്ടിയിരിക്കുന്നത്. എഗെയിൻ നടക്കാൻ മടിയുള്ള ഞാൻ കൊട്ടവഞ്ചി കയറണമല്ലോ എന്ന ആഗ്രഹം കൊണ്ട് വീണ്ടും നടന്നു തുടങ്ങി. വന്നപ്പം ഇവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. രാവിലെ എല്ലാവരും വന്ന് വർക്കൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. ഗാർഡൻ്റെ ഭാഗത്തുനിന്ന് 300 മീറ്ററോളമേ ഉള്ളൂ നമുക്ക് പുഴക്കരയിലേക്ക് എത്താൻ. അവിടെ വന്നപ്പോൾ എല്ലാവരും കൊട്ടവഞ്ചിയൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ. സീറ്റൊക്കെ അവർ പ്രിപ്പയർ ചെയ്യുന്നു. പുഴയുടെ മറുവശത്ത് ചെറുതായി മിസ്റ്റ് അടിച്ചിട്ടുണ്ട്. 1-2 റീൽസിനും സ്റ്റോറീസിനും ഒക്കെയുള്ള വകുപ്പുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്ന് കറങ്ങി. മണ്ണുകൊണ്ട് ബണ്ട് പോലെ കെട്ടിപ്പൊക്കി വെച്ചിട്ടുണ്ട്. മുൻപ് കണ്ടതിലും വെള്ളം കുറഞ്ഞു പുഴയിൽ, അതുകൊണ്ടാവാം. വേനൽക്കാലമല്ലേ, ഇനി ഇടയ്ക്കെങ്കിലും മഴ കിട്ടിയില്ലെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുറയും. ഇപ്പോൾ സന്ദർശകർ കുറവാണെന്നാണ് ഇവിടെ കുട്ടവഞ്ചി തുഴയുന്ന ചേട്ടന്മാർ പറഞ്ഞത്. ഇനി കുട്ടികൾക്ക് സ്കൂളൊക്കെ അടച്ച് എല്ലാവരും അവധിക്കാലത്തിലേക്ക് പ്രവേശിക്കണം. അപ്പോഴേക്കും ഈ വെള്ളം ഇത്രയേറെ ഇവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാനൊക്കില്ല. അതിനു മുൻപ് 2 മഴ കിട്ടിയാലായി പുഴയിലെ വെള്ളം നിലനിൽക്കുവാൻ മാത്രം. ഈ പുഴയിലെ വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ ഡാർക്ക് ഗ്രീൻ കളർ, വെള്ളത്തിലേക്ക് നോക്കിയാൽ ഒരു കറുപ്പ് നിറം പോലെ നമുക്ക് തോന്നും വിധം ആയിരിക്കുന്നു. ഇപ്പോൾ വെള്ളം ഒഴുകിവിടാൻ അനുവദിക്കാത്തതിനാൽ ഇലയും കമ്പും എല്ലാം ഈ പുഴയിൽ തന്നെയാണ് അടിയുന്നത്. ചിലപ്പോൾ ഈ കളർ ചേഞ്ച് അതിൻ്റെ റിഫ്ലക്ഷനുമാകാം. ഒരു കുട്ടവഞ്ചി സവാരി എന്ന് പറയുന്നത് 30 മിനിറ്റാണ്. ഒരു കുട്ടവഞ്ചിയിൽ തുഴയുന്ന ഒരാളും മറ്റ് 4 സന്ദർശകരെയുമാണ് അനുവദിക്കുക. ഇവിടെ നിന്ന് ലൈഫ് ജാക്കറ്റ് തരും. അതിട്ടുകൊണ്ട് മാത്രമേ കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാൻ ഇവിടെ അനുവദിക്കൂ. പച്ചപ്പും ഹരിതാഭയും കാണുമ്പോൾ സ്ഥിരമായിട്ടുള്ള എൻ്റെ പല്ലിളിയും വീഡിയോ പിടുത്തവും. ഇതിന് മാത്രം ഒരു കുറവുമില്ല, ഒരു മാറ്റവും ഇല്ല. നമ്മുടെ കൂടെ കുട്ടവഞ്ചി തുഴയാനായിട്ട് വന്ന ചേട്ടന് ചെറിയൊരു ഇറിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും രാവിലെ ഇവിടെ ജേർണിക്ക് വന്നതുകൊണ്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ സാധിച്ചില്ല എന്നതാണ് അവരുടെ പരാതി. പുഴയിലേക്ക് ആഞ്ഞു കിടക്കുന്ന മരങ്ങളും തടിക്കഷ്ണങ്ങളും നല്ല ഭംഗിയാണ്. നമ്മുടെ നാട്ടിലുള്ള സാധാരണ മരങ്ങൾ പോലെയല്ല ഇവയൊന്നും. ഇവയുടെയൊക്കെ ഇലകൾക്ക് തന്നെ കാണാൻ അതിഭംഗിയാണ്. മരക്കഷ്ണങ്ങൾക്ക് നല്ല കട്ടിയും ബലവും. അല്ലെങ്കിലും നാടിനെ അപേക്ഷിച്ച് കാട്ടിലെ മരങ്ങൾക്കും ചെടികൾക്കും വേറിട്ടുള്ള ഒരു ആരോഗ്യം തന്നെയാണ്. ഇതിനിടയിൽ നമ്മുടെ കുട്ടവഞ്ചി തുഴയുന്ന ചേട്ടനും നമ്മളെ ഒന്ന് പരിചയപ്പെട്ടു. ദൂരെ നിന്ന് കണ്ടു അങ്ങ് മുൻപേ പോയ കുട്ടവഞ്ചിയിലെ ആളുകളെ അവരുടെ കുട്ടവഞ്ചി ഇട്ട് ചെറുതായിട്ട് കറക്കുന്നു. അരികിലേക്ക് എത്തിയപ്പോഴല്ലേ മനസ്സിലായത്, അവരെ നല്ല സ്പീഡിൽ കറക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ കുട്ടവഞ്ചി തുഴയുന്ന ചേട്ടൻ പറഞ്ഞു, അതുപോലെ നമുക്കും കറക്കാമെന്ന്. ഞാൻ പേടിച്ചു. എന്നെ സംബന്ധിച്ച് വെള്ളത്തിലിറങ്ങി ഇങ്ങനത്തെയുള്ള കളികൾക്കൊക്കെ എനിക്ക് നല്ല പേടിയാണ്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു തീരു മുൻപേ തന്നെ ചേട്ടൻ കുട്ടവഞ്ചി കറക്കാൻ തുടങ്ങി.
ഞാൻ കണ്ണിറുക്കി അടച്ചിരുന്നു. ഈശ്വര, ഞാൻ തെറിച്ചു പോയാലും എന്റെ ക്യാമറ തെറിച്ചു പോകരുതേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആ കുട്ടവഞ്ചിയിൽ ഇരുന്നത്. എന്റെ കരച്ചിൽ കണ്ടിട്ടെന്നോണം ചേട്ടൻ പതുക്കെ കുട്ടവഞ്ചിയുടെ സ്പീഡ് കുറച്ചു. ഇതിനോടകം ഇടയ്ക്കൊന്ന് മഴ ചാറിപ്പോവുകയും ചെയ്തു. ഇതിനപ്പുറത്തേക്ക് കുട്ടവഞ്ചിയുമായി യാത്ര തുടരാൻ നമുക്ക് വനംവകുപ്പിന്റെ അനുമതിയില്ല. അങ്ങനെ നമ്മൾ പുഴക്കരയിലേക്ക് റിട്ടേൺ ജേർണി ആരംഭിച്ചു. നോക്കൂ, പുഴ ഒഴുകി വരുന്നത് കാണാൻ എന്ത് ഭംഗിയാണ്. ഇരുവശവും പച്ചപ്പ് പുതച്ചു നിൽക്കുന്നു. ഇതിനിടയിൽ മറ്റൊരു കുട്ടവഞ്ചിയിൽ സഞ്ചരിച്ചിരുന്ന ആളുകൾ മലമ്പാമ്പിനെ കണ്ടു, അത് പുഴയുടെ അടിയിലുണ്ട് എന്നൊക്കെ പറയുന്നു. എന്തായാലും ഞങ്ങൾ കണ്ടില്ല. എന്തായാലും പകരം വിവിധ തരത്തിലുള്ള മീനുകളെയും പൊന്മാനെയും മറ്റു പക്ഷികളെയും അവിടെ നിന്ന് കണ്ടു. രാത്രികാലങ്ങളിലും വൈകുന്നേരങ്ങളിലും കാട്ടാനക്കൂട്ടം വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്ന വഴി കാണിച്ചു. ഇന്നലെ രാത്രിയിലോ ഇന്ന് പുലർച്ചയിലോ വന്നു പോയതിൻ്റെതായ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് കേഴമാനും കാട്ടുപോത്തും ഒക്കെ അവിടെ ഇറങ്ങി വരാറുണ്ട്. അവരെയൊക്കെ കണ്ടവരുണ്ട് എന്നാണ് കുട്ടവഞ്ചി തുഴയുന്ന ചേട്ടൻ പറഞ്ഞത്. ചേട്ടന് പാലക്കാരോട് ഭയങ്കര ബഹുമാനം, ഇഷ്ടം. പാലക്കാരെ കുറിച്ച് 100 നാവാണ് ചേട്ടന്. ഇതിനിടയിൽ അതിരാവിലെ നമ്മൾ ആ ചേട്ടനെ വിളിച്ചുണർത്തി കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ചെറിയ ഇറിറ്റേഷൻ കിടക്കുന്നില്ലേ, അത് നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കിയും ഗോളടിച്ചുമൊക്കെ ചേട്ടൻ തരത്തിനങ്ങ് തീർക്കുന്നുമുണ്ട് കേട്ടോ. എന്തായാലും മഴ ശക്തമായി പെയ്തില്ല. ഞങ്ങൾ കരയിലേക്ക് ആഞ്ഞു തുഴഞ്ഞു. എല്ലാ കുട്ടവഞ്ചികളും ഏകദേശം അടുപ്പിച്ചടുപ്പിച്ചാണ് കരയിലേക്ക് തിരികെ എത്തിയത്. ഞാൻ യാത്ര ചെയ്തിട്ടുള്ള ഇടങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നാണ് ആടവി. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം ഇയോണിൽ ആദ്യകാലങ്ങളിൽ എൻ്റെ യാത്രകൾ തുടങ്ങിയ സമയത്ത് വന്നു തുടങ്ങിയ സ്ഥലമാണ് ആടവി. ഞങ്ങളെ കുട്ടവഞ്ചിയിൽ തുഴഞ്ഞു കൊണ്ടുവന്ന ചേട്ടന് ഇപ്പോൾ ഇനി ചായ കുടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് അവിടുത്തെ മേജർ ഡിസ്കഷൻ. അല്പം നന്നായെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ പക്ഷിമൃഗാദികളുടെ സൗണ്ട് എഫക്ട്സ് വരുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ കുട്ടവഞ്ചി യാത്ര കഴിഞ്ഞ് തിരിച്ച് നമ്മൾ കടവിലേക്കെത്തി. വിശ്വസിക്കാനാവുന്നില്ല, എത്ര പെട്ടെന്നാണ് 30 മിനിറ്റ് കഴിഞ്ഞു പോയിരിക്കുന്നത്. നമ്മൾ കടവിലേക്ക് എത്തിയപ്പോൾ മറ്റ് യാത്രികർ അവിടെ കുട്ടവഞ്ചി തിരികെ എത്തുന്നത് പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കുട്ടവഞ്ചി സവാരി കഴിഞ്ഞ് തിരികെ എത്തിയവർ മിക്കവരും ബസ്സിലേക്ക് നടന്നു തുടങ്ങിയിരുന്നു. കാലപ്പഴക്കം ചെന്നതും കേടായതുമായിട്ടുള്ള കുട്ടവഞ്ചികൾ എടുത്ത് ദാ ഇവിടെ ഇരിപ്പിടങ്ങൾക്ക് മുകളിൽ ഒരു തണൽ കിട്ടുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടവഞ്ചിയെ കയറി ഇറങ്ങി കിളിപോയി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ വന്നോണ്ടാന്ന് തോന്നുന്നു. വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അരമണിക്കൂറാണ് ട്രാവൽ ചെയ്യിക്കുന്നത് കുട്ടവഞ്ചിയിൽ. കൊക്കിനെയും കൃഷ്ണപ്പരുന്തിനെയും ഒക്കെ കണ്ടു. വേറെ വലിയ മൃഗങ്ങളൊന്നും കണ്ടില്ല. പിന്നെ കുറച്ച് മീനിനെയൊക്കെ കണ്ടു. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയ സമയത്ത് കണ്ട ഗാർഡനിലേ അത് ഓപ്പൺ ചെയ്തു. അതാണിത്. ജസ്റ്റ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ബെഞ്ചുകളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. കൊട്ടവഞ്ചി പഴയത് യൂസ് ചെയ്യാത്ത കൊട്ടവഞ്ചികൾ ഉപയോഗിച്ചത് തണലുണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഷെൽട്ടറായിട്ട് കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ പണ്ടുണ്ടായിരുന്ന ഒരുപാട് ചെടികൾ നമുക്ക് മിസ് ഔട്ടായി പോയിട്ടുണ്ട്. അതൊക്കെ ദേ ഇവിടെ കാണാനുണ്ട്. നാടൻ റോസൊക്കെ തഴച്ചു വളർന്നു വന്നിരിക്കുന്നു. ആക്ച്വലി നേരം വെളുത്തപ്പം വന്നെന്ന് പറഞ്ഞാലും ചെറുതായിട്ട് വെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നടക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ കുറച്ച് ടയർഡായി, ഇങ്ങനെ വേർക്കാൻ തുടങ്ങി. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ നടക്കുന്നൊരു പ്രകൃതി ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് വേർക്കും. ഇവിടെ വരുന്നവർ ഏർലി മോർണിംഗിൽ വരുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. രാവിലെ വലിയ വെയിലൊന്നും ഇല്ലാതിരിക്കുമ്പം, അതായത് 7-7:30 ആകുമ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യും. അപ്പോൾ അത്ര രാവിലെ വന്നിട്ട് കൊട്ടവഞ്ചി സവാരിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം വെയിലൊന്നും കൂടാണ്ട് അതുപോലെ ചെറിയ മൃഗങ്ങളെയൊക്കെ കണ്ട് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് തിരിച്ചു പോരാം. എല്ലാ കളറിലുള്ള ചെത്തിയും ചെമ്പരത്തിയും എല്ലാം ഇവിടെ പ്ലേസ്ഡാണ്. ഗാർഡൻ ചെറുതാണെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അത്ര ചെറുതല്ല, നല്ലൊരു ഏരിയ ഉണ്ട്. അത് മാത്രമല്ല നമുക്കിരുന്ന് റെസ്റ്റ് ചെയ്യാൻ കണ്ടോ, ഇല്ലി കൊണ്ടൊരു പ്ലേസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കാൻ ആയിട്ട് ബെഞ്ചുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയാണ്. സോ അടവിയിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത പ്ലേസിലേക്ക് ഗവിയിലേക്ക് കണ്ടിന്യൂ ചെയ്യും ട്രിപ്പ്. ഇതേ നമ്മുടെ ബസ്സിലെ ചേട്ടന്മാർ വന്നിരിക്കുന്നു. ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. നേരെ ഗാർഡൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയിൽ കൂടെ തന്നെ എക്സിറ്റ് അടിച്ച് നേരെ ബസ്സിലേക്ക് നടന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിൽ കുഞ്ഞു കുട്ടികൾ വരെയുണ്ട്. അപ്പോൾ പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ നേരെ
തരമില്ല. നമ്മൾ അടവിയിലേക്ക് വന്ന വഴി തന്നെ കുറച്ച് തിരികെ പോകണം. അവിടെ ചേച്ചിമാർ നടത്തുന്ന ഒരു കഫേ ഉണ്ട്. അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ കിട്ടും. ആരണ്യകം എക്കോ കഫേ. ആരണ്യകം മീൻസ് ഫോറസ്റ്റ് അല്ലേ? കുറച്ച് ചേച്ചിമാരാണ് ഇവിടുത്തെ ജീവനക്കാർ. രാവിലെ കഴിക്കാൻ ഇഡലി, പുട്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പുട്ടും കടലക്കറിയും പറഞ്ഞു, കൂടെ ഒരു ചായയും. കുറച്ചധികം പേരുള്ളതിനാൽ ഭക്ഷണം എല്ലാവർക്കും എടുത്തു വരുവാൻ ലേശം താമസിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ആദ്യം തന്നെ ചായ വാങ്ങി ഞാനൊരു സ്ഥലത്ത് ഇരിപ്പുറച്ചു. 30 പേരിലധികം ബസ്സിലുണ്ടായിരുന്നതിനാൽ എല്ലാവർക്കും ചായക്കടയ്ക്കുള്ളിൽ ഇരിക്കാനുള്ള സ്പേസ് കിട്ടിയില്ല. പുറത്ത് കൊട്ടവഞ്ചി ഉപയോഗിച്ച് ഇരിക്കാനുള്ള ഷെൽട്ടറുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ചോട്ടിലും കസേരകളുണ്ട്. കുറച്ചു പേര് അവിടെയൊക്കെ പോയിരുന്നു. എല്ലാവരും പ്ലേറ്റ്സ് എടുക്കുക, സൈഡിൽ നിന്ന് അവനവന് വേണ്ട ഭക്ഷണം എന്താണോ, ഇഡലിയോ പുട്ടോ അതിനുള്ള കറിയും എടുക്കുക. എന്നിട്ട് അവനവൻ ഇരുന്ന സ്ഥലത്ത് പോയിരുന്ന് ഭക്ഷണം കഴിക്കുക. അവസാനം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ബില്ല് കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. 77 രൂപ മാത്രം. ഇതിനെ റിലേറ്റ് ചെയ്ത് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഞാൻ പലപ്പോഴായിട്ട് യാത്ര ചെയ്ത സമയങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, കോട്ടയം എറണാകുളം ഏരിയകളിലാണ് ഫുഡിന് നല്ല റേറ്റ്. എങ്കിൽ അതേസമയം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, അതുപോലെ ട്രിവാൻഡ്രം, കൊല്ലം ഈ ഏരിയയിലൊക്കെ ചെല്ലുമ്പോൾ ഫുഡിന് നല്ല റേറ്റ് കുറവാണ്. ഇൻഡിക്കേഷൻ ബോർഡൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ മുതൽ സീതത്തോട് പഞ്ചായത്ത് ഏരിയ ആണ്. മുൻപോട്ട് പോകും തോറും വഴിയുടെ വീതി കുറഞ്ഞു വന്നു. ഇടയ്ക്ക് പഞ്ചിങ് സ്റ്റോൺസ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മഴവെള്ളവും ഒക്കെ വരുന്ന സമയത്ത് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന റോഡ് ആയതിനാൽ ആയിരിക്കണം. ഇത് കക്കാട് പവർ സ്റ്റേഷനെ പുറമേ നിന്നുള്ള കാഴ്ചയാണ്. പ്രവേശനം അനുവദനീയമല്ലാത്തതിനാലും ജസ്റ്റ് നമ്മൾ വണ്ടി ചവിട്ടിയൊന്ന് കണ്ടു, അത്രമാത്രം. ഇനി നമ്മൾ പോകുന്നത് ഗവിയിലേക്കുള്ള നമ്മുടെ എൻട്രി പാസ് എടുക്കാനാണ്. ഇത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് അങ്കമൊഴി. ബസ്സിൽ ഇത്രയധികം യാത്രക്കാരുള്ളതിനാൽ തീർച്ചയായിട്ടും ബസ്സിലെ കണ്ടക്ടർ തന്നെയാണ് നമുക്കുള്ള ടിക്കറ്റ്സ് ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ഫോർമാലിറ്റീസ് കഴിഞ്ഞ് നമ്മൾ ബസ് എടുത്ത സമയത്ത് നമ്മുടെ കൂടെ ഇവിടെ നിന്ന് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു ഗൈഡ് കൂടി ജോയിൻ ചെയ്യും. ഈ റൂട്ടിൽ KSRTC മാത്രമല്ല, നമുക്ക് ഗവിയിലേക്ക് പോകാൻ പ്രൈവറ്റ് വെഹിക്കിൾസും അലൗഡ് ആണ്. പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പെർമിഷൻസ് മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ. അതായത് വളരെ കുറച്ച് വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ എന്ന് സാരം. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വനപ്രദേശത്തിന്റെ വഴി തുടങ്ങിയ സമയം തൊട്ടേ വഴിക്ക് വീതി തീരെ കുറവാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർമാർ മാത്രമേ ഇതിലെ വണ്ടി കൊണ്ടുപോകാൻ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. ഇത് നമ്മുടെ കക്കാട് പവർ സ്റ്റേഷനിലേക്കുള്ള വെള്ളം കൊണ്ടുപോകുന്നതിന്, മൂഴിയാർ ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള തുരങ്കം. ശ്രീകാന്തിയേട്ടൻ പറഞ്ഞ തുരങ്കം നിർമ്മിക്കാൻ കൊണ്ടുവന്ന സാധന സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിച്ച് കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടത്. വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. കാടിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടിത്തുടങ്ങി. പക്ഷെ എങ്കിൽ പോലും കാട്ടിലെ മിക്ക മരങ്ങളും ഉണങ്ങിയും കരിഞ്ഞും ഒക്കെ പോയിരിക്കുന്നു. എന്നാൽ വേറെ ചില മരങ്ങൾ പൂത്ത് തളർത്ത് നിൽക്കുന്നുമുണ്ട്. ഇരുവശവും തിക്കായ ഇല്ലിക്കാടുകളാണ് കേട്ടോ. മൂഴിയാർ ഡാം തുറന്നു വിട്ടേക്കുമെന്ന് പറഞ്ഞു, കണ്ടോ? മൂഴിയാർ ഡാമിൽ നിന്നും വെള്ളം തുറന്നു വിട്ടേക്കുന്ന കാഴ്ച നല്ല രസമല്ലേ? ഡാമിൻ്റെ തന്നെ മറ്റൊരു സൈഡ് വ്യൂ ആണിത്. ഈ ഭാഗത്തുനിന്ന് കാണാൻ മറ്റൊരു ഭംഗിയുണ്ട്. മുൻപൊക്കെ ഇവിടെ സ്ഥിരമായി സന്ദർശകരെ അനുവദിച്ചിരുന്നു. പക്ഷേ കുറച്ചു കാലം മുൻപ് ചില ഡാമുകളിൽ സന്ദർശകർ അനുവാദം കൂടാതെ ഇറങ്ങുകയും മറ്റു ചില പ്രവൃത്തികളൊക്കെ തോന്നിവാസം കാണിച്ചു കൂട്ടുകയും ചെയ്തത് മൂലം ഇപ്പോൾ പലയിടങ്ങളിലും നമുക്ക് പ്രവേശനം നിഷിദ്ധമാണ്. എത്ര മനോഹരമായുള്ളൊരു വ്യൂ ആണ് മുൻപിലേക്ക്. ശ്രീകാന്തിയേട്ടൻ LKG കുട്ടികളെ പഠിപ്പിക്കും പോലെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. മൂഴിയാറിൽ ഇടയ്ക്കൊന്ന് ബസ് നിർത്തി. എമർജൻസി ആയിട്ട് വാഷ്റൂം ഫെസിലിറ്റി യൂസ് ചെയ്യേണ്ട ആളുകൾക്ക് അതിനുവേണ്ടിയുള്ള സൗകര്യം ഇവിടെ തരപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചെറിയ വാഷ്റൂം ഉണ്ട്. തരക്കേടില്ലാത്ത വിധം വൃത്തിയുണ്ടെന്ന് പറയാം. ഇവിടെ നിന്ന് ഗവിക്ക് 41 കിലോമീറ്ററാണ് ഇൻഡിക്കേഷൻ ബോർഡ് കാണിക്കുന്നത്. ഇതും വളരെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. നല്ലൊരു ചെറിയ പോസ്റ്റ് ഓഫീസും മറ്റും നിൽക്കുന്ന കണ്ടപ്പോൾ അതിഭയങ്കരമായൊരു ഗ്രാമീണ ഭംഗി എൻ്റെ കണ്ണിൽ പതിച്ചു. അങ്ങനെ സീതത്തോട് പഞ്ചായത്തിൻ്റെ ഭാഗമായ ഗവിയിലേക്ക് വീണ്ടും നമ്മൾ യാത്ര തുടരുന്നു. ഈ ഒരു ഭാഗം എത്തിയപ്പോൾ ഈ വഴി കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്
നമ്മൾ മലക്കപ്പാറ പോകുമ്പോൾ, ആതിരപ്പള്ളി കഴിഞ്ഞ് മലക്കപ്പാറ പോകുമ്പോൾ ഇതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് നല്ല കൊക്കയും മറു സൈഡിൽ അത്യാവശ്യം നല്ല കാടുമായിട്ട് നല്ലൊരു അടിപൊളി വഴിയുണ്ട്. ആ വഴിയിലൂടെ പോയ ഒരു ഫീലാണ് ഇപ്പോൾ എനിക്ക് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഉൾവനപ്രദേശങ്ങളിലൊക്കെ കാണപ്പെട്ടു വരുന്ന വേരിറങ്ങുന്ന തരം പല ചെടികളുണ്ട്. അതൊക്കെ കണ്ടു തുടങ്ങി. അടുത്തോട്ട് നോക്കിക്കേ, ഇത് മനുഷ്യൻ വലിച്ചു കയറ്റി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ സൈഡില് ഒരു റെയില് പോലെ സംഭവം കാണാം. അതിലൂടെ ഇതാ ഈ പെൻ സ്റ്റോക്ക് പൈപ്പിന്റെ കഥയാണ് ഇപ്പോൾ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. കക്കി ഡാമിൽ നിന്നും മൂഴിയാർ പവർ സ്റ്റേഷനിലേക്കുള്ള ദൂരം ഏകദേശം 24 കിലോമീറ്റർ ആണ്. അതിൽ ഇടതുവശത്ത് താഴത്തേക്ക് നോക്കി മൂഴിയാർ ഡാം. നമ്മൾ അവിടെ നിന്നാണ് കയറി പോകുന്നത്. വെള്ളം കെട്ടി കിടക്കുന്നത് കണ്ടോ? അങ്ങ് താഴെ ആ ലൈനിന്റെ താഴെ നിന്നും കയറി വന്ന വഴിയാണത്. നല്ല ഭംഗിയുള്ള മലഞ്ചെരുവുകൾ. നമ്മുടെ കക്കി ഡാമിൽ നിന്നുള്ള വെള്ളം വരുന്ന കക്കി ഡാം ബിൽഡ് ചെയ്യാൻ വേണ്ടി പാറ പൊട്ടിച്ചെടുത്ത സ്ഥലമാണിത്. നല്ല ഒന്നാന്തര കുഴിയായിട്ടുണ്ട് അവിടെ. അതൊരു മലഞ്ചെരുവായിരുന്നു. പാലായിൽ നിന്ന് ഗവിയിലേക്ക് 4 മണിക്കൂർ 47 മിനിറ്റ്, അതായത് ഏകദേശം 5 മണിക്കൂർ അടുത്ത് 180 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത്. ഇനി കുറച്ചധികം കള്ളിമുൾ ചെടികൾ ഒരുമിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം. കള്ളിമുൾ മരം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? താഴത്തേക്ക് നോക്കാം, താഴത്തേക്ക്. ഇത് വർഷങ്ങൾ പഴക്കമുള്ള കള്ളിമുൾ മരമാണ്. നോക്ക, അതിന്റെ ചോട്ടിലേക്ക് നോക്കി. പേരറിയാത്ത റെഡ് ഫ്ലവേഴ്സ് നിറയുള്ള ഒരു പ്ലാന്റ് അവിടെ സൈഡിൽ നിൽക്കുന്നത് കണ്ടോ? അതിൻ്റെ ഒന്നും പേര് പോലും അറിഞ്ഞുകൂടാ. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കാണുന്ന പ്ലാന്റ്സിൽ ഒന്നും പെട്ടതല്ലത്. എന്ത് ഭംഗിയാണല്ലേ ഇലകളൊന്നുമില്ലാതെ റെഡ് ഫ്ലവേഴ്സ് മാത്രമായിട്ട് നിൽക്കുന്ന പ്ലാന്റ് കാണാൻ. ഇതിനിടയിൽ കുറച്ച് ഔഷധ ഗുണമുള്ള ചില പ്ലാന്റ്സിനെയും ശ്രീകാന്തിയേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു. ഞാൻ ഈ യാത്ര ഇന്ന് ഉല്ലാസയാത്രയിലാണെങ്കിലും KSRTC ഈ റൂട്ടിന് റൂട്ട് സർവീസ് നടത്തുന്നുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിക്കുന്ന ആരെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതാ ആ മരത്തിന്റെ പുറകിൽ ഒരു കാട്ടുകൊമ്പൻ നിൽക്കുന്നുണ്ട്. കണ്ടോ? ചെറുതായിട്ട് അവർ മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ഗ്യാങ് ഉണ്ട്. കുട്ടിയാനകൾ ഉള്ളത് കൊണ്ടാണ് അവർ നമ്മളെ ഉപദ്രവിക്കാതെ നിൽക്കുന്നത്. ബസ് അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് തുടങ്ങിയപ്പോൾ ആനക്കൂട്ടം നിൽക്കുന്ന ഭാഗത്തേക്ക് കൊമ്പൻ തിരിഞ്ഞു നടന്നു. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വ്യൂ സൂപ്പറാണ്. നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു വ്യൂ എനിക്ക് തോന്നുന്നു ഗവിയിൽ പോലും നമുക്ക് കിട്ടില്ല. ഇത് കക്കി ഡാമിൻ്റെ റിസർവോയർ ഏരിയയാണ്. വേനലായതുകൊണ്ട് വെള്ളം താഴ്ന്നു കിടക്കുന്നത് കൊണ്ടും മണൽത്തിട്ടകളൊക്കെ നല്ല തെളിഞ്ഞു കാണാം. ഇനി കക്കി ഡാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ സീതത്തോട് പഞ്ചായത്തിൽ റാന്നി വനത്തിൽ പമ്പാ നദിയുടെ കൈവഴിയായ കക്കി നിർമ്മിച്ച കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണ് കക്കി ഡാം. പെരിയാർ ദേശീയോദ്യാനത്തോട് ചേർന്നുള്ള വനമേഖലയിലാണ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി 1966 ഇത് നിർമ്മിച്ചത്. പമ്പ അണക്കെട്ടിൽ നിന്നും കക്കി നദിയിൽ നിന്നുമാണ് അണക്കെട്ടിൻ്റെ ജലസ്രോതസ്സുകൾ. പമ്പ, കക്കി റിസർവോയറുകൾ എന്നിങ്ങനെ 2 ജലസംഭരണികൾ സൃഷ്ടിച്ച് ഇവയെ ബന്ധിപ്പിച്ച് ഒരൊറ്റ ജലസ്രോതസ്സായി മാറുന്നതാണ് ശബരിഗിരി പദ്ധതി. 3.25 കിലോമീറ്റർ നീളമുള്ള ഭൂഗർഭ തുരങ്കത്തിലൂടെയാണ് പമ്പ ജലസംഭരണിയിൽ നിന്നുള്ള വെള്ളം കക്കി റിസർവോയറുമായി ബന്ധിപ്പിക്കുന്നത്. ശബരിഗിരി പവർ ഹൗസ് കക്കി റിസർവോയറിൽ നിന്നാണ്. അണക്കെട്ടിന് 336 മീറ്റർ നീളവും 116 മീറ്റർ ഉയരവുമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 981 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഈ അവിടെ മൂഴിയാർ പവർ സ്റ്റേഷൻ പെൻസ്റ്റോക്ക് പൈപ്പ് കണ്ടില്ലേ? ആ പെൻസ്റ്റോക്ക് പൈപ്പിലേക്കുള്ള തുരങ്കം ഇതിന്റെ അടിയിൽ നിന്നാണ് തുടങ്ങുന്നത്. 1962 അതായത് 63 വർഷം മുൻപാണ് കക്കി ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 1967 ഓഗസ്റ്റ് 28 അതായത് 57 വർഷങ്ങൾക്ക് മുൻപാണ് ഇത് ഓപ്പൺ ചെയ്തത്. അങ്ങനെ ഡാമിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ ഇനി പാസ് ചെയ്ത് പോകുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കേ, എത്രത്തോളം ഡെപ്ത് ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. അതേസമയം റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴോ വെള്ളം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇത്രത്തോളം ഡെപ്ത് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തുമില്ല. ഇതാ ആ 2 മലകൾക്കിടയിലൂടെ അങ്ങ് ദൂരെ മറ്റൊരു മല കാണുന്നില്ലേ? അതാണ് പൊന്നമ്പലമേട്. ഇതൊക്കെ കുറച്ചുകൂടെ വ്യക്തമായി വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഈ സൂം ലെൻസ് വേണമായിരുന്നു.
അതർവൈസ് ഡ്രോൺ ആണെങ്കിൽ പോലും ഇവിടെ ഉപയോഗിക്കാനുള്ള പെർമിഷൻ നൽകില്ല. ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളല്ലേ, സെക്യൂരിറ്റി കൂടുതലാണ്. ഈ ഡാമിൻ്റെ പരിപൂർണ നടത്തിപ്പ് അവകാശം KSCBയുടെ അണ്ടറിലാണ്. ഇവിടെ വരുന്ന ജോലിക്കാർക്ക് താമസിക്കാൻ പ്രത്യേകം കോട്ടേജുകളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെയും കണ്ട് വനത്തിലൂടെ വീണ്ടും നമ്മൾ യാത്രയായി. വനത്തിൻ്റെ ഇടയ്ക്ക് കരിങ്കല്ല് പൊട്ടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതൊരു പക്ഷേ ഡാമിന് നിർമ്മിതിക്കായിട്ട് ഉപയോഗിച്ചതായിരിക്കാം. തുടർന്ന് നമ്മൾ ആനത്തോട് അണക്കെട്ടിൻ്റെ മുകളിലൂടെയാണ് യാത്ര. ഇതും സീതത്തോട് ഗ്രാമത്തിലെ സീതത്തോട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫ്രാങ്കിങ് മേസൺറ്റി ഗ്രാവിറ്റി തരത്തിലുള്ള അണക്കെട്ടാണ്. പമ്പ നദിയുടെ പോഷക നദിയായ ആനത്തോട് നദിയിൽ നിന്നാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. യാത്ര ചെയ്ത് നമ്മൾ ഇവിടം വരെ എത്തിയപ്പോഴേക്കും നട്ടുച്ചയായിരിക്കുന്നു. നല്ല വെയിലും നല്ല ചൂടും. ഈ ഒരു സമയത്ത് വീഡിയോ പിടിക്കാൻ പുറത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ പറയുന്നത് കുറച്ച് ദുഷ്കരമായിട്ടുള്ള കാര്യമായിരുന്നു. അതുമാത്രമല്ല, ഡാമിൻ്റെ മുകളിൽ കൂടി സഞ്ചരിക്കുന്ന വാഹനങ്ങളൊന്നും ഈ വഴിയിൽ നിർത്താൻ പാടില്ല. പ്രത്യേക റെസ്ട്രിക്ഷൻ അവർ തരുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇറങ്ങിയാൽ നല്ല പിക്ചേഴ്സ് നമുക്ക് കിട്ടിയേനെ. പക്ഷേ അവിടെയൊക്കെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ രാവിലെ എത്തുകയോ അല്ലെങ്കിൽ ഈവനിങ് എത്തുകയോ അതുപോലെ പ്രൈവറ്റ് വെഹിക്കിൾസിന് വരികയോ ഒക്കെ ചെയ്യണം. ബസ്സിൽ നമ്മൾ പോകുമ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. അതനുസരിച്ചേ നമുക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ട് എല്ലായിടത്തു നിന്നും ബസ് നിർത്തുക, ഇറങ്ങുക, പോയി ഫോട്ടോയും വീഡിയോ എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. അതൊരു നെഗറ്റീവായിട്ടോ കുറ്റമായിട്ടോ പറഞ്ഞതല്ല കേട്ടോ. നമ്മൾ കുറച്ച് ആൾക്കാരുടെ കൂടെ വരുമ്പോഴും നമ്മൾ തനിച്ച് പ്രൈവറ്റ് വെഹിക്കിളിൽ യാത്ര ചെയ്യുമ്പോഴും സെപ്പറേറ്റ് രണ്ട് രീതികളാണ് നമ്മൾ പാലിക്കേണ്ടത്. ഈ പിങ്ക് കളർ ലീവ്സ് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. എടന പൂത്തതുപോലെ എനിക്ക് തോന്നി. പക്ഷേ എടനയല്ല, അത് മറ്റെന്തോ പ്ലാന്റാണ്. വീണ്ടും കാടിൻ്റെ വശ്യഭംഗി. വെയിൽ എത്ര കൂടുതലാണെന്ന് പറഞ്ഞാലും കാടിനുള്ളിൽ ഈ മരങ്ങൾക്കിടയിലൂടെ പോകുമ്പോൾ ചെറിയൊരു ഊഷ്മളത ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗവി എത്തി. ഇവിടെ നമുക്ക് 2 ക്യാൻറ്റീൻസ് അവൈലബിൾ ആണ്. ഒന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതും മറ്റൊന്ന് KSCBയുടേതും. ഈ അടുത്ത ഇടയ്ക്കായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്യാൻറ്റീനും ഫുഡിനുള്ള റേറ്റും ചേഞ്ച് ആക്കിയവർ. അതുപോലെ തന്നെ അവരുടെ കോമ്പൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം പാർക്കിംഗ് ഫീയും ഏർപ്പെടുത്തി. അതുകൊണ്ട് തന്നെ KSRTCയിൽ വരുന്ന ആളുകളെല്ലാം മിക്കവാറും ഇപ്പം തന്നെ KSCBയുടെ ക്യാൻറ്റീനിലാണ് കയറുന്നത്. എന്തായാലും വിശപ്പ് മൂത്ത് ഓടിച്ചെന്ന് കയറി ഒരു സീറ്റും കിട്ടി. ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് നല്ല വിശപ്പായിട്ട് കണ്ണ് കാണാൻ പറ്റില്ലാത്ത വിധം ആയിരുന്നു. പക്ഷെ പറയാതെ വയ്യല്ലോ, വിശപ്പ് അതികഠിനമായി മൂത്തത് കൊണ്ടാണോ ഇനി ക്യാൻറ്റീനിലെ ഫുഡ് അതിഗംഭീരമായതുകൊണ്ടാണോ എന്തോ സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഫുഡ്. ചോറായിരുന്നു, കൂടെ സാമ്പാർ കറിയും വലിയൊരു പപ്പടവും മീൻ വറുത്തതും തോരനും ഉണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ സാമ്പാർ പൊടി ഇട്ടല്ല ഇവർ സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെതായ രുചി വ്യത്യാസവും ഉണ്ട്. അത്യാവശ്യം വേണ്ടവർക്ക് യൂസ് ചെയ്യാൻ ഇവിടെ 2 വാഷ്റൂം ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യേണ്ടവർ അതൊക്കെ കഴിഞ്ഞിട്ട് ബസ്സിൽ കയറി ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചു. ഈ മരത്തിൻ്റെ പേര് ഗോഫർ എന്ന് പറയപ്പെടുന്നു. മലയാളത്തിൽ നിറമ്പാലി എന്നും. ബൈബിളിൽ പറയപ്പെടുന്നുണ്ട് ഈ ഗോഫർ മരം ഉപയോഗിച്ചാണ് മോശ പേടകം ഉണ്ടാക്കിയതെന്ന്. ഞാൻ അവിടെ ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ സൗണ്ട് കേട്ടിട്ടാണെന്ന് തോന്നുന്നു അക്കരെ നിന്ന് കുറച്ച് കുട്ടികൾ കൂവി വിളിച്ചു. അത് ആദിവാസി കുട്ടികളാണ്. അവർക്ക് ഇതൊക്കെ ഒരു സന്തോഷമാണ്. സഞ്ചാരികളെ കാണുമ്പോൾ കൂവി വിളിക്കുകയും ചിലപ്പോൾ ഓടി ഒന്ന് വർത്താനം പറയുകയും ഒക്കെ ചെയ്യുന്നത്. എങ്കിൽ അതേസമയം എക്സ്ട്രാ ഇൻട്രോവേർട്സ് ആയിട്ടുള്ള കുറച്ച് ആളുകളും ഉണ്ട് കേട്ടോ. അതും ഞാൻ വഴിയരികിൽ കണ്ടു. നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ മുഖം തിരിച്ചു പോകുന്നവരെ. ഇനി നമ്മൾ കാണുന്ന ആ പോസ്റ്റ് ഓഫീസ്, ദൂരെ നിന്ന് കാണുന്ന ആ പോസ്റ്റ് ഓഫീസ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓർഡിനറി സിനിമയിൽ ഈ ഗവിയിലെ പോസ്റ്റ് ഓഫീസ് കാണിക്കുന്നുണ്ട്. റാന്നി വനമേഖലയിൽ വിനോദസഞ്ചാര കേന്ദ്രമായ ഗവിയിൽ ഗവിയാർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ഒരു അണക്കെട്ടാണ് ഗവിയാർ അണക്കെട്ട്. വനോപഹാർ എക്കോ ഷോപ്പ്. ഇവിടെ വനത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുണ്ടായിട്ടുള്ളത്. ആദിവാസി കുടിലുകളിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു പ്ലേസാണ്. ആ വസ്തുക്കളിലൊന്നും മായം തീരെ ഇല്ല എന്ന് ഇവർ അവകാശപ്പെടുന്നു. ഇനി നമുക്ക് ഡാമിൻ്റെ പോർഷൻ നോക്കാം. ശബരിഗിരി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണ് ഇതും. 97.54 മീറ്റർ നീളവും 17 മീറ്റർ ഉയരവുമുള്ള ഈ അണക്കെട്ട് 1989 പണിത് കഴിഞ്ഞത്.
അണക്കെട്ടിന് സ്പിൽവേ ഇല്ല. കുള്ളാർ അണക്കെട്ടിൻ്റെ സ്പിൽവേയിലൂടെയാണ് വെള്ളം ഒഴുകുവാനുള്ള സൗകര്യം. വണ്ടിപ്പെരിയാർ റാന്നി റൂട്ടിലാണ് ഗവി, കുള്ളാർ, മീനാർ, പമ്പ, ആനത്തോട്, കക്കി, അപ്പർ മൂഴിയാർ സ്പിൽവേ ഡാം എന്നീ അണക്കെട്ടുകളും മൂഴിയാറിലെ ശബരിഗിരി പവർ ഹൗസും സ്ഥിതി ചെയ്യുന്നത്. പെരിയാർ നാഷണൽ പാർക്കിനോട് ചേർന്നുള്ള വനമേഖലയാണിത്. നോക്കിക്കേ, വേനലായതിനാൽ ഇവിടെയും വെള്ളം കുറവാണ്. വശങ്ങളിലുള്ള മൺതിട്ടകളൊക്കെയും തെളിഞ്ഞു കാണാം. എന്നാലും പരിസരത്തുള്ള മരങ്ങൾക്കൊക്കെ നല്ലൊരു പച്ചപ്പുണ്ട്, നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അവിടെയും ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്തതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് ബസ്സിൽ കയറി. ഇതാണ് ചെന്താമരക്കൊക്ക. ഓർഡിനറി സിനിമയിൽ കുറച്ചു ഭാഗം ഇവിടെ നിന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇടതുവശം നല്ല ആഴത്തിലുള്ള കൊക്കയാണ്. താഴേക്കോ മറ്റോ പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ലെന്നാണ് പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപ് പോയിട്ടുള്ള പലരുടെയും ശവശരീരം പോലും ഇതുവരെയും കിട്ടാതായിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. താഴ്ഭാഗം വനപ്രദേശമാണ്. അവിടെ വന്യജീവികളുണ്ട്. ഒരുപക്ഷെ അവയൊക്കെ ഭക്ഷിച്ചിട്ടുണ്ടാവാം. അതിനാലായിരിക്കാം അതിലേക്ക് വീണു പോയവരുടെ ശവശരീരം കിട്ടാതിരുന്നത്. അഗെയിൻ ബാക്ക് ടു ദ ടോപ്പിക്, ഗവി. വിവിധ സസ്യജന്തുജാലകങ്ങൾ സമൃദ്ധമാണിവിടം. കുന്നുകളും സമതലങ്ങളും പുൽക്കാടുകളും ചോലക്കാടുകളും വെള്ളച്ചാട്ടങ്ങളും ഏലത്തോട്ടവും ഒക്കെയുണ്ട്. വംശനാശം നേരിടുന്ന സിംഹവാലൻ കുരുങ്ങുകളെയും വരയാടുകളെയും ഇവിടെ കാണാനാകും. 3 ഇനം വേഴാമ്പൽ ഉൾപ്പെടെ 260ഓളം പക്ഷി ഇനങ്ങളും ഗവി മേഖലയിലുണ്ട്. ഗവിയിൽ നിന്നുള്ള ചെറിയ ട്രെക്കിംഗ് മതി താഴെ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലെത്താൻ. കാടിനകത്ത് ക്യാമ്പ് ചെയ്യാൻ ഗവിയിൽ അനുവാദമുണ്ട്. ഇന്ത്യയിൽ പല വനമേഖലകളിലും അനുവദനീയമല്ല ഇത്. ഫോറസ്റ്റ് ഗാർഡിനൊപ്പം മാത്രമേ സഞ്ചാരം പെർമിറ്റഡ് ആയിട്ടുള്ളൂ എന്ന് മാത്രമേ ഡിമാൻഡുള്ളൂ. ഇവിടെ ചിലയിടങ്ങളിൽ ട്രീ ഹൗസ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ നാട്ടുകാരുടെ സപ്പോർട്ടും ഉണ്ട്. ഇത് അവരുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണ്. 5 മണിക്ക് മുൻപ് തന്നെ ചെക്ക് പോസ്റ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടതിനാൽ ഡ്രൈവർ ചേട്ടൻ അതിനുള്ള തിരക്കിലാണ്. എങ്കിൽ പോലും യാത്രക്കിടയിൽ ഞാൻ വഴിയരികിൽ ആദിവാസി കുട്ടികളെ കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ക്യാമറ കണ്ടപ്പോഴേക്കും അവർ പെട്ടെന്ന് ഓടി മാറി. ഈ കാണുന്ന വനപാത മുല്ലപ്പെരിയാർ ഡാമിലേക്ക് പോകാനുള്ളതാണ്. പക്ഷേ ആ വഴി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. വനത്തെ അറിഞ്ഞ് വനം സംരക്ഷിക്കലും അതിനനുസൃതമായ ജീവിതമൊരുക്കലും വഴി ഗവി പദ്ധതി ആ മേഖലയുടെ സംരക്ഷണത്തിനും സഹായമാകുന്നു. പ്രകൃതി അത്രയധികം സ്നേഹിക്കുന്നവർ ജീവിതകാലത്ത് ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ഗവി. അങ്ങനെ 4:30 ആയപ്പോൾ കാട്ടിൽ നിന്നിറങ്ങി വള്ളക്കടവ് എന്ന സ്ഥലത്തെത്തി. ചെക്ക് പോസ്റ്റിനരികെ വണ്ടി നിർത്തിയപ്പോൾ അവിടെ ഒരു കുട്ടിക്കുരങ്ങ് ഇരിക്കുന്നത് കണ്ടു. ഞാൻ അതിനെ വീക്ഷിച്ചു. അതിൻ്റെ ബാക്കിലായിട്ട് വേറെ കുരങ്ങുകളും ഇരിപ്പുണ്ട്. ഈ കുരങ്ങുകൾക്കൊക്കെ ആരോ ഫുഡ് ഫീഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി സന്ദർശകരോട് നമ്മളെപ്പോഴും എല്ലാ വനപ്രദേശങ്ങളിലും എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രിക്റ്റായി പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ ഫുഡ് ഫീഡ് ചെയ്യരുത് എന്നുള്ളത്. അതിൻ്റെ അകത്തെ അപകടം എത്രത്തോളമാണെന്നുള്ളത് പലർക്കും അതിൻ്റെ സീരിയസ്നെസ് അറിഞ്ഞുകൂടാ. നമ്മളിലൊരാൾ ഈ കുരങ്ങിന് ഫുഡ് ഫീഡ് ചെയ്തെന്നിരിക്കെ പിന്നീട് വരുന്ന ഏതെങ്കിലും ഒരു സഞ്ചാരിയുടെ കയ്യിൽ ഒരു പാക്കറ്റ് കാണുകയോ ഒരു കുട്ടികളുടെ കയ്യിൽ ഒരു പാക്കറ്റ് കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ ഉപദ്രവിച്ച് കുരങ്ങ് ഫുഡ് മേടിച്ചിട്ട് പോകും. ഇൻഫാക്റ്റ് അത് ഫുഡ് അല്ലെങ്കിൽ കൂടി അവർക്കത് തിരിച്ചറിയാനുള്ള വിവേകമില്ല. നമ്മൾ മനുഷ്യരെങ്കിലും ആ വിവേകബുദ്ധി കാണിക്കണ്ടേ? ഇതിനിടയിൽ നമ്മളിപ്പോൾ ഒരു പുഴയുടെ മുകളിൽ കൂടി ഒരു പാലം കയറി ഇറങ്ങിപ്പോന്നു. അതാണ് ചപ്പാത്ത്. അതിനുശേഷം വീണ്ടും മുന്നോട്ട് വരുമ്പോൾ ഇരുവശവും തേയിലക്കാടുകളാണ്. അതായത് വണ്ടിപ്പെരിയാർ എത്താറായി എന്ന് സാരം. തേയിലക്കാടുകൾ കാണുമ്പോൾ നമ്മൾ ഉറപ്പിച്ചു ഇനി ഇവിടെ നിന്ന് അധികം ദൂരമില്ല വണ്ടിപ്പെരിയാറിലേക്ക്. വണ്ടിപ്പെരിയാർ എത്തിയാൽ പിന്നെ നമ്മൾ അടുത്തതായി പോകുന്നത് പരുന്തുംപാറയ്ക്കാണ്. പരുന്തുംപാറ ചെന്ന് സൺസെറ്റ് കണ്ടിട്ട് താഴേക്ക് ഇറങ്ങാനാണ് നമ്മുടെ പ്ലാൻ. ഇതാണ് വണ്ടിപ്പെരിയാർ റോഡിലേക്ക് കയറുന്ന ഭാഗം. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ കോട്ടയത്തേക്കുള്ള വഴിയും റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ കുമളിക്കുള്ള വഴിയുമാണ്. വണ്ടിപ്പെരിയാറിൽ നിന്ന് പരുന്തുംപാറയ്ക്ക് കഷ്ടി 20-25 മിനിറ്റേ കാണൂ. 9.5 കിലോമീറ്റർ ദൂരം. പരുന്തുംപാറയിലും വാഹനങ്ങൾക്ക് ചെറിയൊരു എൻട്രൻസ് ഫീ ഉണ്ട്. പരുന്തുംപാറയുടെ ഭംഗി ആസ്വദിക്കാൻ വരേണ്ട സമയം ഒന്നുകിൽ അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം സൺസെറ്റിൻ്റെ സമയത്തോ ആണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സൺസെറ്റ് കാണാനാണ്. ഇതിനു മുൻപ് പരുന്തുംപാറയ്ക്ക് ഏർലി മോർണിംഗ് പോയി ഞാൻ വീഡിയോ എടുത്തിട്ടത് ഇതിനു മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിരിക്കും. പരുന്തുംപാറയിൽ ചെന്നാൽ വഴിക്ക് ഇരുവശവും ചെറിയ ചെറിയ കടകൾ ഒരുപാടാണ്. അവിടെ ചായയും മുട്ടബജിയും
മുളക് ബജിയും ഒക്കെ കിട്ടും. സ്നാക്സും ഐസ്ക്രീമും ഒക്കെ അവൈലബിൾ ആണ്. പല ഡിസ്ട്രിക്റ്റുകളിൽ നിന്നായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. പ്രൈവറ്റ് വെഹിക്കിൾസിലും ബസ്സിലും ഒക്കെ. ഇവിടുത്തെ ക്ലൈമറ്റും വെറുതെ കണ്ടിരിക്കാൻ അത്ര സുഖമുള്ള ഒന്ന് തന്നെയാണ്. വേണമെന്നുണ്ടെങ്കിൽ താഴെ അങ്ങ് ദൂരെ വരെ നമുക്ക് ഇറങ്ങി നടന്നു പോകാം. ആ റോക്കിൻ്റെ തുമ്പത്ത് പോയി നിന്ന് ചില ആളുകളൊക്കെ ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഒരു ഫോട്ടോഗ്രാഫർ ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. ആ അങ്കിൾ നല്ല രീതിയിലുള്ള ഫോട്ടോസൊക്കെ പകർത്തി എടുത്തിട്ടുണ്ട്. നല്ല സൺസെറ്റ് വ്യൂ, അതിമനോഹരമായ ഒരു സൺസെറ്റ് വ്യൂ അല്ലേ? സൺസെറ്റ് വ്യൂ ഒക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് തിരികെ ബസ്സിൽ വന്ന് കയറാൻ നോക്കിയപ്പോൾ ബസ്സിൻ്റെ ബാക്ക് വീല് പഞ്ചറായി പോയിരിക്കുന്നു. എല്ലാവർക്കും പെട്ടെന്നൊരു വിഷമം. തിരികെ എത്താൻ വൈകുമെന്നോർത്ത് ചിലരൊക്കെ ആവലാതിപ്പെട്ടു തുടങ്ങി. പക്ഷേ അതും നമ്മുടെ കണ്ടക്ടർ ചേട്ടനും ഡ്രൈവർ ചേട്ടനും കൂടെ എത്രയും പെട്ടെന്ന് പരിഹരിച്ചു കേട്ടോ. അവരുടെ കൂടെ അവിടെ വന്നിരുന്ന മറ്റൊരു KSRTC ഡ്രൈവറും കൂടെ ഹെൽപ്പ് ചെയ്തു. KSRTCയുടെ ആടവി ഗവി പരുന്തുംപാറ കവർ ചെയ്തിട്ടുള്ള ഉല്ലാസയാത്ര പാലാ ഡിപ്പോയിൽ നിന്ന് മാർച്ച് 9 പോന്നിട്ടുള്ള ഉല്ലാസയാത്ര ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ വളരെ നല്ലതായിട്ട് പുതിയ കുറേ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു. എല്ലാവരുമായിട്ട് അടിപൊളിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. കുറച്ചേറെ സ്ഥലങ്ങൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റി. വീഡിയോസ് കാര്യങ്ങൾ എല്ലാം തന്നെ എടുക്കാൻ, റീൽസൊക്കെ എടുക്കാൻ പറ്റി. നെക്സ്റ്റ് ട്രിപ്പ് ഇനി എന്നാണെന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും KSRTCയുടെ അടുത്ത് ഒരു അടിപൊളി ട്രിപ്പ് പോകാൻ സാധിക്കുന്നുള്ള എക്സ്പെക്റ്റേഷനിൽ ഈ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ സീ യു സൂൺ വിത്ത് അനദർ വ്ളോഗ്. താങ്ക് യു ആൻഡ് ദിസ് ഈസ് അനിറ്റ ജോൾ സൈനിങ് ഔട്ട്. സ്റ്റേ ഹാപ്പി, സ്റ്റേ ട്യൂൺഡ്. അവിടെ നിന്ന് ഞങ്ങൾ ബസ്സിൽ കയറി മൂവ് ചെയ്യുമ്പോൾ സമയം 6:30 6:45 കഴിഞ്ഞിരുന്നു. മുണ്ടക്കൈ വന്ന് പാലാ ഡിപ്പോയുടെ ബസ്സിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്തു. അവിടെ നിന്ന് 9:30 ആയപ്പോൾ പാലാ ഡിപ്പോയിലെത്തി. ശേഷം 10 മണിയായപ്പോൾ വീടും എത്തി. കുറേയധികം പുതിയ ആളുകളെ കൂട്ടുകിട്ടിയ നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു ഗിവി ട്രിപ്പ്. ഈ ട്രിപ്പ് കവർ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.